നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ജീവമതാ നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ജീവമതാ നിൻ മൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാൻ ദേശമത്. തേരീച്ച पूरी हो जाए तेरे हाथों में सौंप दूंगा मैं मिट्टी हो तू है कुमार, मुझको बना मुझको उड़ा. ചേർന്ന് പാടാം. मैं मिट्टी हो तू है कुमार, मुझको बना मुझको उड़ा. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ജീവമതാ നിൻ മൊഴികൾ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും ഹൃദയത്തിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ വേദനകളും മാറട്ടെ, എല്ലാ ദുഃഖങ്ങളും മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടന്റെ പോരുകൾ അഴിയട്ടെ. അന്യാരാധനയുടെ ദീപങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടി തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തിക്ക് വിരുദ്ധമായി വെളിപ്പെടുന്ന ദുഷ്ടന്റെ ആയുധങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാതെ ആത്മാവിൽ ഹൃദയത്തെ തുറന്നുകൊണ്ട് വായികളെ തുറന്നുകൊണ്ട് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ നിറയപ്പെടേണ്ടതിന്, ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ നിറയപ്പെടേണ്ടതിന്, വചനത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ക്രിയ ചെയ്യപ്പെടേണ്ടതിന്, എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം അതതിന്റെ ക്രിയ ചെയ്ത് മടങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇനി മണിക്കൂറിൽ ദൈവാത്മാവിന്റെ വചനം തന്നെ ക്രിയ ചെയ്ത് മടങ്ങി വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വചനത്തിന്റെ ശക്തിക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പോരുകളും സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും സർവ്വാധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മക്കളായി ഒരുമിച്ച് ശാസിച്ച് ജയമെടുക്കുന്ന കർത്താവേ,
ഓ ശമന ഘടക അരകൽ ഖമന ഘടക യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. എല്ലാവരും കടന്നു വരുവാനുള്ളവർ എത്രയും വേഗം കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയാ ഞങ്ങളെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഇന്ന് പഠിക്കുവാനായി പോകുന്നത് റോമാലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കിടക്കുവാനായിട്ട് പോകുന്നത്. 5-ാമത്തെ അധ്യായം. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ, റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വരെ, റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വരെ നീതി ഹൃദയത്തിൽ അനുഭവമാക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നീതി ഹൃദയത്തിൽ അനുഭവമാക്കുന്നു, അല്ല എങ്കിൽ നീതി ആത്മാവിൽ അനുഭവമാകുന്നു. 4-ാമത്തെ വിഭാഗമാണ് നമ്മളിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത്. നീതി ഹൃദയത്തിൽ അനുഭവമാകുന്നു, അല്ല നീതി ആത്മാവിൽ അനുഭവമാക്കുന്നു എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. Somebody can read Romans chapter 5 verse 1. ആർക്കെങ്കിലും ഒരാൾക്ക് റോമാലേഖനം 5-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആൻറ്റി കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, റോമാലേഖനം 5-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ നീതീകരണത്തിന്റെ ഫലങ്ങളെ പറ്റിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീതീകരണത്തിന്റെ ഫലത്തെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമാലേഖനം 5-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നീതീകരണത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമാണ്? നീതീകരണത്തിന്റെ ഫലങ്ങൾ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നിങ്ങൾക്കത് നോട്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആയ നോട്ട്സുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. 1-ാമത്തെ ഫലം എന്നുള്ളത് ദൈവത്തോടുള്ള സമാധാനമാണ്. ദൈവത്തോടുള്ള സമാധാനമാണ്. 2-ാമത്തെ ഫലം എന്നുള്ളത് കൃപയിലേക്കുള്ള പ്രവേശനമാണ്. കൃപയിലേക്കുള്ള പ്രവേശനമാണ്. 3-ാമത്തെ ഫലം നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്നുള്ളതാണ്. ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞാൽ നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്നുള്ളതാണ്. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്നുള്ളതാണ്. 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 5-ന്റെ 1-ൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ജോർജ് പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ നീതീകരണത്തിന്റെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീതീകരണത്തിന്റെ ഫലത്തെ പറ്റിയാണ്. ഒന്നാമത്തെ ഫലം ദൈവത്തോടുള്ള സമാധാനം, റോമാലേഖനം 5:1. രണ്ടാമത്തെ ഫലം വേഴ്സ് 2, കൃപയിലേക്കുള്ള പ്രവേശനം. 3, ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്നുള്ളതാണ്. റോമർ 5:1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നീതീകരണത്തിന്റെ ഒന്നാമത്തെ ഫലം ദൈവത്തോടുള്ള സമാധാനമാണ്. ദൈവത്തോടുള്ള സമാധാനമാണ്. നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് സമാധാനം ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് സമാധാനം ഉണ്ടായത്? കർത്താവായ യേശുക്രിസ്തു തന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് സമാധാനം ഉണ്ടാക്കി. ഈ സമാധാനം എന്ന വാക്കിന്റെ പൊരുള് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഉദാഹരണം എടുത്ത് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രസന്റ്ലി ഇസ്രായേലും അതുപോലെ പാലസ്തീനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ യുദ്ധം തീർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എപ്പോൾ യുദ്ധം തീരുമെന്ന് നമുക്ക് അറിയുന്നുമില്ല. അപ്പോൾ യുദ്ധം തീരാത്തിടത്തോളം കാലം അവിടെ എന്തില്ല? അവിടെ വസിക്കുന്ന ജനങ്ങൾക്ക് സമാധാനമില്ല. അപ്പൊ എന്ന് യുദ്ധം തീരുന്നുവോ അന്ന് അവിടെ സമാധാനം ഉണ്ടാകുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് സമാധാനം ഉണ്ടാക്കി. ഈ സമാധാനവും ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫിലിപ്പിയർ 4:7, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. ഈ സമാധാനം അടിസ്ഥാനപരമായി ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഫലമാണ്. അതാണ് 4:7 പറഞ്ഞിരിക്കുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കിൽ കാക്കുവാനായിട്ടിടയായിത്തീരും. ഇത് ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തിപരമായ അനുഭവത്തെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. റോമാലേഖനം 5-ന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ 2-ാം വാക്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. സോ കൃപയിലേക്കുള്ള പ്രവേശനം, രണ്ടാമത്തെ ഫലം എന്നുള്ളത് കൃപയിലേക്കുള്ള പ്രവേശനമാണ്. ഇത് ഒരു വർത്തമാന കാലത്തെ പറ്റിയുള്ള ഒരു സംഭവമാണ്. വർത്തമാനകാലം. പ്രവേശനം എന്ന വാക്ക് വളരെ അർത്ഥവത്തായാണ് ഇവിടെ ഉച്ചരിക്കുന്നത്. അതായത് നമ്മളൊരു ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു വലിയ
ഒരു മുതലാളിയോ ഒരു വലിയൊരു വ്യക്തിയോ അവിടെ ഇരിക്കുന്നുവെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ബൈ സപ്പോസ് യു ആർ ഗോയിങ് ടു അറ്റൻഡ് എ ജോബ്. നിങ്ങൾ ഒരു ജോബിന് വേണ്ടി പോവുകയാണ്, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ അകത്ത് വളരെയധികം ഭയമുണ്ടാവും. എന്തെല്ലാം ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഭയത്തോടു കൂടി ഡോർ നോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കയറുമ്പോൾ നിങ്ങളുടെ അകത്ത് ഉണ്ടാകുന്ന ഒരു ഭയം, അതാണ് നമുക്ക് നിഴലിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഉന്നതനായ വ്യക്തിയുടെ സന്നിധിയിലേക്ക് ഭയം കൂടാതെ പ്രവേശിക്കുന്നതിനും ആ വ്യക്തിയുടെ സകല ആനുകൂല്യവും പ്രാപിക്കുന്നതിനുള്ള സകലവിധമായ സാധ്യതയും നമ്മുടെ മുമ്പിൽ തെളിയുന്ന ഒരു സംഭവമാണ് കൃപയിലേക്കുള്ള പ്രവേശനം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഭയം കൂടാതെ പ്രവേശിക്കുക. നമുക്കറിയാം, പഴയ നിയമകാലത്ത് എന്റെ വിഷയമല്ല എങ്കിൽ തന്നെ എന്റെ മനസ്സിലേക്ക് കയറി വന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് തൊട്ടുപോവുകയാണ്. പഴയ നിയമകാലത്തിൽ ടാബർനാക്കിൾ ഉണ്ടായിരുന്നു. അതിൽ 3 ഭാഗങ്ങളുണ്ട്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അപ്പോ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുവാൻ ആർക്ക് പ്രവേശനമില്ല? പുരോഹിതന്മാർക്ക് പ്രവേശനമില്ല. മോസ്റ്റ് ഹൈ പ്രീസ്റ്റിന് മാത്രമേ പ്രവേശനമുള്ളൂ. സാധാ ജനങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പ്രവേശനമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോടുകൂടെ ആ തിരശീല മുകൾ തൊട്ട് താഴെ വരെ 2ആയി ചീന്തി മാറുകയാണ്. ഏത് നിമിഷവും ഏത് സമയത്തും നമുക്ക് ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ഫ്രീഡം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ചിലപ്പോൾ നമ്മുടെ വിശ്വാസികളെയോ അല്ലെങ്കിൽ നമ്മുടെ ആളുകളെയൊക്കെ വിളിക്കുമ്പോൾ അവരൊക്കെ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരിക്കും. ചിലപ്പോ അവർക്ക് വരാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോ രാത്രിയിലൊക്കെ അവർ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കാം. ദേ വിൽ ബി ഔട്ട് ഓഫ് കവറേജ്. ഒരു പ്രാർത്ഥനയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ പാസ്റ്റർമാരെയൊക്കെ വിളിക്കാറുണ്ട്. ചിലപ്പോൾ അവരുടെ മൊബൈലൊക്കെ ഔട്ട് ഓഫ് കവറേജ് ആയിരിക്കാം. സാഹചര്യങ്ങൾ കൊണ്ട് നെറ്റ്വർക്ക് ഒരുപക്ഷെ കിട്ടത്തില്ലായിരിക്കാം. എന്നാൽ ഒരു കാലത്തും ഒരു സമയത്തും പോലും നമുക്ക് കവറേജുകൾ ലഭിക്കാതെ പോകുന്ന അല്ലെങ്കിൽ കവറേജ് ഇല്ലാതെ വരുന്ന ഒരു സംഭവമില്ല നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ. ഏത് സമയത്തും നമുക്ക് കടന്നു വന്ന അപ്പാ പിതാവ് എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ സ്വാതന്ത്ര്യത്തെ നമുക്ക് തന്നിരിക്കുക. സ്തോത്രം. സോ ഭയം കൂടാതെ ആ കൃപയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതാണ് കൃപയിലേക്കുള്ള പ്രവേശനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്തും കടന്നു എന്ന് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ 2ന്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നു, നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇതിന്റെ സാരമെന്ന് ഉദ്ദേശിക്കുന്നത്, നാം കർത്താവിനെ അവന്റെ തേജസ്സിൽ കാണുകയും അവനോട് സദൃശരായി തീരുമെന്നുള്ള പ്രത്യാശ, ആ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് നമ്മൾ അതിയായി സന്തോഷിക്കുകയാണ്. പ്രശംസ എന്ന വാക്കിന് ഇവിടെ ഉച്ചരിച്ചിരിക്കുന്ന ഒരു വ്യാഖ്യാന അർത്ഥം എന്നുള്ളത് ആന്തരികമായ വലിയ സന്തോഷം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ആ വാക്ക് ഉച്ചരിച്ചിരിക്കുന്നത്. നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്തിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ, അത് ആ പ്രത്യാശ പ്രാപിച്ചതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ആന്തരികമായി വളരെയധികം സന്തോഷം ഉണ്ടെന്ന് അർത്ഥം.
അതിന്റെ 3ഉം 4ഉം വാക്യം വായിക്കുമ്പോൾ 3ഉം 4ഉം 5ന്റെ 3ഉം 4ഉം അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. 3ഉം 4ഉം ഈ വാക്യങ്ങളിൽ വലിയൊരു പ്രവർത്തന പദ്ധതിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് തന്നെയല്ല എന്നാണ് അവിടെ ഉച്ചരിച്ചിരിക്കുന്നത്. അത് തന്നെയല്ല എന്ന് പറഞ്ഞാൽ ഇനിയും വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അങ്ങനെ ഉച്ചരിച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ ഒരുവനെ കഷ്ടങ്ങളിൽ പ്രശംസിക്കണമെങ്കിൽ ഈ ഭാഗത്ത് പറയുന്ന അറിവ് അവൻ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്തെല്ലാം അറിവാണ് അവനെ സംബന്ധിച്ചുണ്ടായിരിക്കേണ്ടത്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനെ കഷ്ടതയിൽ പ്രശംസിക്കണമെങ്കിൽ അവന് ചില അറിവുകൾ ഉണ്ടായിരിക്കണം. എന്തെല്ലാം അറിവാണ്? ഒന്നാമത്തത്, അവനുണ്ടായിരിക്കേണ്ട അറിവ് സഹിഷ്ണുത എന്നുള്ള വലിയൊരു അറിവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സഹിഷ്ണുത ഇല്ലാത്ത വ്യക്തിക്ക് കഷ്ടതയിൽ അവന് പ്രശംസിക്കുവാൻ സാധ്യമല്ല. ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, ജീവിതത്തിൽ വരുന്ന ശോധനകൾ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആൻഡകോണൈസ്റ്റ് എന്നൊരു വാക്കാണ് അവിടെ എടുത്തിരിക്കുന്നത്. കൊടുങ്കാറ്റ് എന്നുള്ള അർത്ഥമാണ് ആൻഡകോണൈസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത കൊടുങ്കാറ്റ്, അപ്പൊ അപ്പോസ്തലനായ പൗലോസൊക്കെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്ത കൊടുങ്കാറ്റ് വന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വല്ലാത്ത കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? സഹിഷ്ണുത സമം സഹനശക്തി. സഹിഷ്ണുത സമം സഹനശക്തി. 2, സിദ്ധത അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സിദ്ധത എന്താണ് സിദ്ധത എന്ന വാക്കിന്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവഹിതപ്രകാരം കഷ്ടമനുഭവിച്ച ഒരു മനുഷ്യനുണ്ടാകുന്ന മനോഭാവമാണ് ഈ സിദ്ധത എന്നുള്ളത്. ഉദാഹരണത്തിന് ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കഷ്ടതകൾ ആഞ്ഞടിച്ചു. സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, എല്ലാം പോയി. ഒടുവിൽ അവന് കൂട്ടായി അവന്റെ ഭാര്യ മാത്രമാണ്. അവസാനം പുള്ളിക്കാരത്തിയും പറയടി, എന്തിനാടോ താൻ ഇങ്ങനെ ദൈവത്തേക്ക് വിളിക്കുന്നത്? വേറെ വല്ല പണി പോയി നോക്കിക്കൂടെ? അന്നേരം ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടായ ഒരു മനോഭാവമാണ്, എന്റെ ആസ്തികൾ ഇങ്ങനെ ക്ഷയിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി ഞാൻ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. ഒരു മനോഭാവം അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മനോഭാവത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ വെളിപ്പെടുമ്പോൾ അവനൊരു ഓട്ട് കഷ്ണം കൊണ്ടുകൊണ്ട് ഇങ്ങനെ ചുരുണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തും അവൻ ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. മനോഭാവം അതാണ്. കഷ്ടത അനുഭവിച്ചവന്റെ ജീവിതത്തിൽ ഉണ്ടായ മനോഭാവം എന്താണ്? ജീവിതത്തിൽ ഉണ്ടായ മനോഭാവം, ദ ലാസ്റ്റ് മൂമെന്റ് അവൻ പ്രാർത്ഥിക്കുകയാണ് സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി. സ്തോത്രം. അതാണ് ആ മനോഭാവം. പ്രാർത്ഥന എന്ന മനോഭാവം നിന്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. സിദ്ധത എന്നുള്ളത് ദൈവഹിതപ്രകാരം കഷ്ടമനുഭവിച്ച ഒരു മനുഷ്യനുണ്ടാകുന്ന
മനോഭാവമാണ് സിദ്ധത എന്നുള്ളത്. അടുത്തതായിട്ട് സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. പ്രത്യാശ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദൈവിക സംതൃപ്തിയാണ്. സ്തോത്രം. നമുക്കൊരു ആശയുണ്ട്. എന്തെല്ലാം എന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, എന്തെല്ലാം ശോധനകൾ കടന്നു വന്നാലും, അതിനോ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ എന്റെ ആ സൃഷ്ടാവിനെ ഞാൻ കാണും. സ്തോത്രം. ആ ഒരു വലിയ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ടത്. അതിന്റെ 5-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പ്രത്യാശയ്ക്ക് എന്ത് വരുന്നില്ല? ഭംഗം വരുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിലുള്ള പ്രത്യാശ ഒരുവന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും ലജ്ജിതനാകുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. നാം ക്രിസ്തുവിൽ പ്രത്യാശിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നാം ലജ്ജിതനായി മാറുകയില്ല. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പകർന്നിരിക്കുന്നു എന്നത് പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്നതിന്റെ വലിയ തെളിവാണ്. ഒരു വിശ്വാസിയുടെ അകത്തളത്ത് ദൈവസ്നേഹം പകർന്നിരിക്കുന്നത് അതേ ക്രിസ്തുവിലുള്ള പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം സ്നേഹമാണ്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് എന്ന വാക്യം അല്ലെങ്കിൽ വാക്ക് ഈ ലേഖനത്തിൽ ആദ്യമായി വരുന്നത് ഈ വാക്യത്തിലാണ്. പരിശുദ്ധാത്മാവ് എന്ന വാക്ക് ഈ ലേഖനത്തിൽ ആദ്യമായി ഉച്ചരിച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിറവേറ്റുന്ന വേല ഭാവി മഹത്വത്തിന്റെ മുദ്രയും അച്ചാരവുമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1-ന്റെ 14-ാമത്തെ വാക്യം. കിട്ടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു വായിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കുന്നതായിരിക്കും. 1-ന്റെ 14. ആ ആ പ്രൈസ് ദി ലോർഡ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ ആചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മുടെ അവകാശത്തിന്റെ ആചാരം എന്താണ്? വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവാണ്. അതിനാൽ ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? മുദ്രയിട്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് അതിന്റെ 5 മുതൽ 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, 5-ന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അവിടെ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം
തനിക്ക് നമ്മോട് സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിറഞ്ഞ ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സോ ഈ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ യഥാർത്ഥമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ദൈവവൈതലിനെ ദൈവം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അതിന്റെ 7-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഇവിടെ ദൈവസ്നേഹത്തിന്റെ വലിപ്പത്തെ കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം? നീതിമാൻ സിസ്റ്റർ, എന്താണ് നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം? മഞ്ജുവിന് പറഞ്ഞിട്ട് എന്താണ് നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം? ഓക്കെ, ഇവിടെ നീതിമാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ അളവുകോൽ അനുസരിച്ച്, അതായത് ദൈവത്തിൻ്റെതായ ഒരു അളവുകോലുണ്ട്. ആ അളവുകോലിന്റെ അകത്ത് നീതിയോടെ നടക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവിക പദ്ധതിയിൽ ദൈവിക പ്രമാണത്തിന്റെ അകത്ത് നീതിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീതിമാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇതിന്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ അളവുകോൽ അനുസരിച്ചുള്ള നീതിമാൻ എന്നുള്ളതാണ് ഈ വാക്യത്തിൽ വ്യാഖ്യാനം പറയുന്നത്. മനുഷ്യന്റെ അളവുകോൽ അനുസരിച്ചിട്ടുള്ള നീതിമാൻ. ഗുണവാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഗുണവാൻ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗുണവാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തി, അതായത് സ്വതസിദ്ധമായി നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതായത് അവന്റെ സ്വന്തം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നവനെ അല്ല നമ്മൾ ഗുണവാൻ എന്ന് പറയുന്നത്. മറ്റുള്ളവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാകുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു നന്മയാണ് ഗുണവാൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സ്വന്തം ജീവിതത്തിൽ ഗുണമുണ്ടാകുവാൻ വേണ്ടി നന്മ ചെയ്യുന്ന വ്യക്തിയല്ല ഇവിടെ ഗുണവാൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. എന്നാൽ 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ദൈവസ്നേഹം എന്ന വിഷയം 8-ാം വാക്യത്തിൽ തുടർന്നും വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരു ഗുണവാന് വേണ്ടി പക്ഷേ ചെയ്യുവാൻ മറ്റുള്ളവർ ഒരുപ്പെടുന്ന കാര്യം കർത്താവായ യേശു ക്രിസ്തു ഒരു പാപിക്ക് വേണ്ടി യഥാർത്ഥമായി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഗുണവാന് വേണ്ടി മറ്റുള്ളവർ ഒരുപക്ഷെ ചെയ്യുവാൻ ഒരുപ്പെടുന്ന കാര്യം
കർത്താവായ യേശു ക്രിസ്തു ഒരു പാപിക്ക് വേണ്ടി കാൽവരിയുടെ കുലമരത്തിൽ ഇതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, യഥാർത്ഥമായി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് 8-ാം വാക്യത്തിൽ ഇവിടെ സവിസ്തരമായി പറഞ്ഞിരിക്കുന്നത്. 9-ാം വാക്യത്തിലേക്ക് എന്ന് വരുമ്പോൾ, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. ദൈവം ഏറ്റവും വലുതും പ്രയാസമേറിയതുമായി ചെയ്തു കഴിഞ്ഞുവെങ്കിൽ താരതമ്യേന ചെറുതും പ്രയാസം കുറഞ്ഞതുമായി എത്രയധികം ചെയ്യുമെന്നുള്ളതാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതായത് അവന്റെ രക്തത്താൽ നീതീകരിച്ചുവെങ്കിൽ അവൻ മുഖാന്തരം വരുവാനുള്ള കോപത്തിൽ നിന്ന് നാം എത്ര അധികമായി രക്ഷിക്കപ്പെടും എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരണശേഷമും നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഇവിടെ നിരപ്പ് എന്ന വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നിരപ്പ്, ഇംഗ്ലീഷിൽ അതിന് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, റീകൺസിലിയേഷൻ. നിരപ്പ്, ദ മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ, നിരപ്പിന്റെ ശുശ്രൂഷ. നിരപ്പ് എന്ന വാക്കിന് ശത്രുതയും അതുപോലെ തന്നെ അകൽച്ചയും അവസാനിച്ചു എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇരിക്കുന്ന ഒരാളോടെങ്കിലും എനിക്ക് ഒരു ചെറിയ എന്തെങ്കിലും പിണക്കമുണ്ടെന്ന് വെച്ചിരിക്കട്ടെ, ഞാൻ ഉദാഹരണമാണ്, സത്യമായിട്ട് എനിക്ക് ആരോടും പിണക്കമില്ല. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ആരോടും പിണക്കമില്ല, എല്ലാവരോടും സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ ഒരുപക്ഷെ നിങ്ങളോട് മിണ്ടാതിരിക്കുകയോ നിങ്ങളോട് സംസാരിക്കാതിരിക്കുകയോ അടുത്ത ആഴ്ച മുതൽ ഞാൻ ഇനി ക്ലാസ് എടുക്കുന്നില്ല, ഞാൻ ക്ലാസ് ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ എനിക്ക് നിങ്ങളോട് എന്തുണ്ടാകുന്നു? ശത്രുത ഉണ്ടാകുന്നു, നിങ്ങളോട് എനിക്ക് അകൽച്ച ഉണ്ടാകുന്നു. ഞാൻ ആത്മീയമായും ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങളോട് ബാക്ക് സ്ലൈഡായി മാറിപ്പോയി, അതായത് പിന്മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ പറയുകയാണ്, അങ്ങനെയല്ല, എനിക്ക് നിങ്ങളോട് അകൽച്ചയില്ല, എനിക്ക് നിങ്ങളോട് ശത്രുതയില്ല, എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോൾ നിരപ്പ് എന്ന വാക്കിന്റെ അർത്ഥം ശത്രുത അവസാനിച്ചു, അകൽച്ച അവസാനിച്ചു, അത് എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ശത്രുത വരുന്നത് എവിടെ നിന്നാണ്? മനുഷ്യന്റെ ഭാഗത്തു നിന്നാണ്. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും എന്തില്ല? ശത്രുതയില്ല. ശത്രുത വരുന്നത് മനുഷ്യന്റെ ഭാഗത്തു നിന്നാണ്. ഇവിടെ നാം ദൈവത്തോട് നിരക്കുന്നതിന് ദൈവം തന്നെ മുൻകൈ എടുത്ത് തന്റെ പുത്രന്റെ മരണത്താൽ അവൻ നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാനിടയായി തീർന്നു. ഒന്നും കൂടെ ഞാൻ ആ വാക്ക് എടുത്തു പറയുകയാണ്. നാം ദൈവത്തോട് നിരക്കുന്നതിന് ദൈവം തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് തന്റെ പുത്രന്റെ മരണത്താൽ അവൻ നമ്മെ തന്നോട് നിരപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. എങ്ങനെയാണ് നമുക്ക് നിരപ്പ് ലഭിച്ചത്? അവന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് നിരപ്പ് ലഭിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുമെന്ന പ്രയോഗം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രക്ഷിക്കപ്പെടും, ഈ പ്രയോഗം പ്രസന്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് ടെൻസിനെ പറ്റി പറയുന്നതാണ്. ഇക്കാലത്തും ഭാവിയെ സംബന്ധിച്ചും പറഞ്ഞിരിക്കുന്നതാണ്.
ജീവൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പുനരുത്ഥാന ജീവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ജീവൻ എന്ന വാക്കോട് ഉച്ചരിച്ചിരിക്കുന്നത് പുനരുത്ഥാന ജീവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ജീവൻ എന്ന വാക്ക് ഉച്ചരിച്ചിരിക്കുന്നത് പുനരുത്ഥാന ജീവൻ എന്നുള്ള അർത്ഥത്തിലാണ്. സോ അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ആ നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിക്കുന്നതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എന്നുള്ളൊരു പ്രയോഗം ഈ അധ്യായത്തിൽ 4 പ്രാവശ്യം വന്നതായിട്ട് നമുക്ക് കാണുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എന്നുള്ള പ്രയോഗം ഈ അധ്യായത്തിൽ 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒന്ന് വേഴ്സ് 1, വേഴ്സ് 1, അതായത് റോമാലേഖനം 5:1, യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 2, നമുക്ക് അവൻ മൂലം, അവൻ മൂലം എന്നുള്ളത് ആര് മൂലമാണ്? യേശു ക്രിസ്തു മൂലം. 2-ാമത്തെ വാക്യം, നമുക്ക് അവൻ മൂലം എന്നുള്ളത് യേശു ക്രിസ്തു മൂലമാണ്. യേശു ക്രിസ്തു മൂലം. അടുത്തത് വേഴ്സ് 11, 11-ാമത്തെ വാക്യം, നമുക്കിപ്പോൾ നിരപ്പ് ലഭിക്കുന്നതിന് കാരണമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. 11-ാമത്തെ വാക്യം, യേശു ക്രിസ്തു മുഖാന്തരം. അടുത്തത് വേഴ്സ് 21, 21-ാമത്തെ വാക്യം, മരണത്താൽ പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത് തന്നെ. അപ്പോൾ 4 പ്രാവശ്യമാണ് ഇവിടെ യേശു ക്രിസ്തു മുഖാന്തരം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. സകല അനുഭവങ്ങളും അപ്പോസ്തലനായ പൗലോസ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സകല അനുഭവങ്ങളും പൗലോസ് ക്രിസ്തുവിനോട് നേരിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിനോട് നേരിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിൽ പ്രശംസിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവദേശത്തിൽ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു, കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്നുള്ളത് ഒരു വിശ്വാസിയുടെ പ്രശംസയാണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശംസയുടെ ഭാഗമാണ് അവൻ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് റോമാലേഖനം 5-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നീതീകരണത്തിന്റെ ഫലങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വന്നത്. രണ്ടാമത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് റോമാലേഖനം 5-ന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യമാണ്. അവിടെ രണ്ട് വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആർക്കെങ്കിലും പറയാമോ? ആ വാക്യം ഒന്ന് വായിച്ച് ഓടിച്ചു പോകട്ടെ, എന്നാ നോക്കട്ടെ. ആരെങ്കിലും ഒരാൾ ആ വാക്യം ഒന്ന് മുട്ടിയത് വായിച്ചേ. ആ ആ വായിച്ചോട്ടെ, മഞ്ചേരി വായിച്ചോട്ടെ. ആ ആ
ആ ഉം, ആ മതി മതി, ഞാൻ നിങ്ങളെ കൂടുതൽ മതി 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 മതി. ആ എന്റെ ഊഹം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ട് വ്യക്തികളെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആരൊക്കെയാണ് ആ രണ്ട് വ്യക്തികൾ? ആ ഡിസീസ് എന്താ പറഞ്ഞ കേക്കട്ടെ? ആ ആദം. ഓക്കെ. അടുത്തത് സോസസ് സിസ്റ്റം എന്തോടെ പറഞ്ഞിരുന്നല്ലോ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിരുന്നു. സൂസാൻറ്റി പറഞ്ഞോട്ടെ. ഓക്കെ. അടുത്തത് ഓക്കെ, മഞ്ജു ആന്റി പറഞ്ഞോ, മഞ്ജു. ഓക്കെ. അടുത്ത നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ജോർജ് മാസ്റ്റർ. ആ ചെമ്പോസെ കാണുന്നില്ല. ഓക്കെ. ഇവിടെ കറക്റ്റ് കറക്റ്റ്, അവിടെ കറക്റ്റ് കൃത്യം കിട്ടി. കൃത്യം കിട്ടി. ആ ആരാ ഇതിപ്പോ ആരാ പറഞ്ഞ? യേശു ക്രിസ്തുവിന്റെ ആരാ പറഞ്ഞ? പ്രൈസ് എബിച്ചാനാണോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇവിടെ കിട്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് രണ്ട് മനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ള വലിയ ഉപദേശം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രണ്ട് മനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ളത്, അതായത് ആദാമും ക്രിസ്തുവും തമ്മിലുള്ള ചില സാമ്യങ്ങളെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദാമും ക്രിസ്തുവും തമ്മിലുള്ള സാമ്യങ്ങളെയാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ആദാമും ക്രിസ്തുവും തമ്മിലുള്ള സാമ്യങ്ങൾ. ആദാമിനെ സംബന്ധിച്ചിടത്തോളം ആദാം ആരായിരുന്നു? മനുഷ്യജാതിയുടെ ആദ്യ മനുഷ്യൻ. കറക്റ്റ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആരാണ്? പ്രൈസ് ദി ലോർഡ്. ആദാമിനെ സംബന്ധിച്ചിടത്തോളം ആദാം ഒന്നാമത്തെ മനുഷ്യനായി നേതൃത്വ നിലയിലേക്ക് വന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും ശിരസ്ഥാനം അല്ലെങ്കിൽ ശിരസ് എന്ന സ്ഥാനമാണ് യേശു ക്രിസ്തു വഹിച്ചത്. ശിരസ്. ഇവിടെ രണ്ട് വ്യക്തികളുടെയും, കർത്താവായ യേശു ക്രിസ്തുവിന്റെയും അതുപോലെ തന്നെ ആദാമിന്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സ്വഭാവത്തിലും ഫലത്തിലും ഫലത്തിന്റെ അളവിലും വ്യത്യാസങ്ങളുണ്ട്. പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ റോമാലേഖനം ആദ്യം മുതലുള്ള അധ്യായങ്ങൾ, അതായത് ഈ ഭാഗം പഠിച്ചു വരുമ്പോൾ പാപം, അതായത് റോമാലേഖനത്തിന്റെ ഈ ഭാഗം മുതൽ 8-ാം അധ്യായം വരെ നാം പഠിച്ചു വരുമ്പോൾ പാപം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ഈ ലേഖനത്തിൽ ഇതുവരെ നമ്മൾ പഠിച്ചു വന്നത് പാപങ്ങൾ എന്നുള്ള വിഷയം എങ്ങനെയാണ് ദൈവം കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം കുറെ പാപങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിരുന്നല്ലോ, അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള. എന്നാൽ ഇവിടെ പാപത്തിന്റെയും മരണത്തിന്റെയും ഉത്ഭവത്തെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും
പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പോൾ ആദാമിനെ സംബന്ധിച്ചോളം ആദാം ഏക മനുഷ്യനായതുകൊണ്ട് അവനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എല്ലാവരും പാപം ചെയ്യാൽ സകല മനുഷ്യരിലും പാപം പരന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. 14-ാം വാക്യത്തിൽ എങ്കിലും പറഞ്ഞുതരാം. 13-ാം വാക്യത്തിൽ പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. അപ്പോൾ 13-ാമത്തെ വാക്യം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചിന്തിക്കേണ്ട ഭാഗമാണ്. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പാരന്തസിസ് എന്നൊക്കെ പറയും. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈ വാക്യത്തിന്റെ സാരം ന്യായപ്രമാണത്തിന് മുമ്പുള്ള കാലത്ത് പാപത്തിന് ലംഘനത്തിന്റെ സ്വഭാവം കൊടുത്ത് ദൈവം അതിനോടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്നും കൂടെ ഞാൻ ആ വാക്യം തെളിച്ചു പറയാം. അതിന്റെ 13-ാമത്തെ വാക്യം, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാമിനോടുള്ള ബന്ധത്തിൽ ദൈവം അവിടെ ഒരു കൽപ്പന കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ദൈവം ആദാമിനോടുള്ള ബന്ധത്തിൽ ഒരു കൽപ്പന അവിടെ കൊടുക്കുകയാണ്. എന്താണ് കൊടുത്ത കൽപ്പന? ന്യായപ്രമാണം. നിങ്ങൾ ജീവന്റെ വൃക്ഷഫലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? പറിച്ച് തിന്നരുത്. തിന്നുന്ന നാളിൽ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ വ്യക്തമായ ഒരു ന്യായപ്രമാണം ദൈവം അവിടെ കൊടുക്കുകയാണ്. എന്നാൽ ഈ ന്യായപ്രമാണം കിട്ടിയപ്പോൾ ഈ ന്യായപ്രമാണത്തിന് ലംഘനം ഉണ്ടാകണം. ആ ലംഘനം ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വെളിപ്പെടണം? പാപം വെളിപ്പെടണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നു. ന്യായപ്രമാണത്തിൽ ലംഘനം ഉണ്ടാകണമെങ്കിൽ പാപം വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ലംഘനം ഉണ്ടാകുകയുള്ളൂ. എന്നാൽ അവിടെ ആദാമിനോടുള്ള ബന്ധത്തിൽ ആദാമിന് ആ കൽപ്പന ദൈവം കൊടുത്തു, ഒരു പ്രമാണം കൊടുത്തു. ആ പ്രമാണത്തെ ലംഘിച്ചത് പിശാച് ഉപായത്താൽ അവിടെ പ്രവേശിക്കപ്പെടുകയാണ്. അങ്ങനെ ഉപായത്താൽ അവിടെ പ്രവേശിക്കപ്പെട്ടിട്ട് അവിടെ അത് ലംഘിക്കപ്പെടുകയാണ്. അപ്പോൾ പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. താഴെ വായിക്കുമ്പോൾ കാണുന്നു, എങ്കിലും
വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലഗ്നത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഭാഗത്തേക്കാണ് പിന്നെയും കടന്നു വരുന്നത്. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലഗ്നത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ ആദാമിനെ കുറിച്ച് മാത്രമേ യേശുക്രിസ്തുവിന്റെ ചിത്രമെന്ന തെളിവായി പറഞ്ഞിട്ടുള്ളൂ. പുതിയ നിയമത്തിൽ ആദാമിനെ കുറിച്ച് മാത്രമേ യേശുക്രിസ്തുവിന്റെ ചിത്രം എന്ന നിലയിൽ പ്രതിരൂപം എന്ന നിലയിൽ തെളിവായി പറഞ്ഞിട്ടുള്ളൂ. അതായത് വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടത്തിൽ ലംഘനക്കാരൻ, അതായത് പാപത്തിന്റെ ലംഘനക്കാരൻ എന്ന് പറയാവുന്നത് ആദാമിനെ കുറിച്ച് മാത്രമാണ്. ആദാമിനെ കുറിച്ച് മാത്രമാണ് ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടത്തിൽ ലംഘനക്കാരൻ എന്ന് പറയാവുന്നത് ആദാമിനെ കുറിച്ച് മാത്രമാണ്. കാരണം വ്യക്തമായ ഒരു കൽപ്പന അവന് ലഭിക്കുകയും അതവൻ ലംഘിക്കുകയും ചെയ്തു. അത് ചെയ്തത് ആരാണ്? ആദാം മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ച് പൊതുവെ പാപികൾ എന്ന് മാത്രം നമുക്ക് പറയുവാൻ കഴിയും. ഇവിടെ വാണിരുന്നു എന്നൊരു പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വാണിരുന്നു, അതായത് മരണം മുതൽ മോശ വരെ എന്ത് ചെയ്തിരുന്നു? ആദാം മുതൽ മോശ വരെ വാണിരുന്നു എന്നൊരു വാക്ക് അവിടെ ഉച്ചരിച്ചിട്ടുണ്ട്. വാണിരുന്നു എന്ന പ്രയോഗിക്കുന്ന വാക്ക് ഒരു രാജകീയ വാഴ്ചയ്ക്ക് തുല്യമായി നമുക്ക് തർജ്ജിമ ചെയ്യാവുന്നതാണ്. വാണിരുന്നു. രാജകീയ വാഴ്ചയ്ക്ക് തുല്യമായി. എല്ലാവരും ഇങ്ങനെയൊന്നും ബ്രീഫായിട്ട് ഡിസ്കഷൻ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നെ കൊണ്ട് കഴിയാവുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആണ് ഞാൻ ലെക്ചർ തരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എവിച്ചാ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അടുത്തത് 15-ാമത്തെ വാക്യം. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദാമിന്റെ പ്രവർത്തനത്തിന്റെ ഫലത്തിന്റെ അളവിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ അളവാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവർത്തന ഫലത്തിന്റെ അളവ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവർത്തന ഫലത്തിന്റെ ഒരു അളവിനെ സൂചിപ്പിക്കുന്നതാണ്. ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. 16-ാമത്തെ വാക്യം. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേകർ ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അപ്പോൾ ആദാമും ക്രിസ്തുവും തമ്മിലുള്ള അടുത്ത സാമ്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്.
ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ കൃപാദാനം കേവലം ഒരു പാപത്തെ മോചിക്കുന്ന നിലയിലായിരുന്നില്ല, അതുപോലെയുള്ള അസംഖ്യം ലംഘനങ്ങളെ മോചിക്കുവാൻ സാധിക്കുന്ന താണ് ദൈവത്തിന്റെ കൃപാദാനം എന്നുള്ളതാണ്. ഏകൻ പാപം ചെയ്തതിന്റെ ഫലം ദാനത്തിന്റെ കാര്യം ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. എന്നാൽ കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അപ്പോൾ ആദാമും ക്രിസ്തുവും തമ്മിലുള്ള അടുത്ത സാമ്യമാണ്. ക്രിസ്തുവിന്റെ കൃപാദാനം കേവലം ഒരുവന്റെ പാപത്തെ മോചിക്കുന്ന നിലയിലായിരുന്നില്ല, അതുപോലെയുള്ള അസംഖ്യം ലംഘനങ്ങളെ മോചിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആ കൃപാദാനം അതിന് കാരണമായി തീർന്നു. അതിന്റെ 17-ാമത്തെ വാക്യം, 17-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിമാന്റെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനാൽ വാഴും. 17-ാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്, ആദാമും ക്രിസ്തുവും തമ്മിൽ വ്യത്യാസപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദാമും ക്രിസ്തുവും തമ്മിൽ, അതായത് ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുവാൻ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴുമെന്നുള്ളത് നിത്യതയാണ്, നിത്യജീവനാണ്. അവിടെ ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിത്യജീവൻ എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്കിവിടെ വാണു എന്നുള്ള ഒരു വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വാണു എന്നുള്ളത് വാഴ്ച എന്നുള്ള ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. വാഴ്ച 5:12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 4 വാഴ്ചക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. 5-ാം അധ്യായം അതിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ 4 വിധ വാഴ്ചക്കാരെ കാണുന്നു. ഒന്ന് മരണം എന്ന വാഴ്ച. 2 പാപം എന്ന വാഴ്ച. 3 കൃപ. 4 വിശ്വാസി. ഈ 4 വാഴ്ചക്കാരെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. 18-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പോൾ ഇവിടെ ഏകനീതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകനീതി. ആദാമിനെ കൊണ്ട് നീതി കൊണ്ടുവരുവാൻ സാധിക്കാത്ത സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകനാൽ നീതി അവിടെ സാധ്യമാവുകയാണ്. ഏകനീതി. ക്രിസ്തുവിന്റെ മരണത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഈ വാക്യം ഉച്ചരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മരണം, ഏകനീതീകരണം. ജീവകരണമായ നീതീകരണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിത്യജീവൻ ലഭിക്കുന്നതിന് മുഖാന്തരമായ നീതീകരണമാണ്. നിത്യജീവൻ
ലഭിക്കുന്നതിന് മുഖാന്തരമായ നീതീകരണമാണ്. നിത്യജീവൻ ലഭിക്കുന്നതിന് മുഖാന്തരമായ നീതീകരണം. 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഇത് ചോദിക്കുമ്പോൾ, ഈ വാക്യം വായിക്കുമ്പോൾ പലരും പറയാറുണ്ട്, പലരും ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്, പാപം ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല, കാരണം കൃപ ഇഷ്ടം പോലെയുണ്ട്, അല്ലെ? കൃപ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പാപം എത്ര വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ലെന്നാണ് ചില ന്യൂ ജനറേഷൻ തിയോളജിയൻസ്മാരൊക്കെ ടീച്ച് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്താലും അത്ര വലിയ അടിയൊന്നും അങ്ങനെ കിട്ടുന്നില്ല, കാരണം കൃപായുഗത്തിലൂടെയാണല്ലോ ദൈവസഭ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 7 വിധമായ യുഗങ്ങളുണ്ട്. അതിലിപ്പോ ഈ യുഗമായ കൃപായുഗത്തിലൂടെ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് ഒരു തെറ്റ് ചെയ്താലൊന്നും വലിയ അടിയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തെറ്റ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാപം ചെയ്യുന്ന വിശ്വാസ കൂട്ടങ്ങളും ഉണ്ട്, 100% ഉണ്ട്. എന്നാൽ 99% നമുക്ക് അങ്ങനെ പറയാൻ പറ്റുകയില്ല. ചിലരൊക്കെ എന്താണ് വളരെയധികം വിശുദ്ധിയോടെ വേർപാടുകൊണ്ട് ജീവിക്കുന്ന കൂട്ടത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഇതിന്റെ സാരാംശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപം പെരുകിയെടുത്ത് അതിന്റെ മീതെ കവിഞ്ഞൊഴുകത്തക്കവണ്ണം ദൈവത്തിന്റെ കൃപ അതിന്റെ മീതെ ഒഴുകി എന്നുള്ളതാണ്. പാപം പെരുകിയെടുത്ത് അതിന്റെ മീതെ ദൈവത്തിന്റെ കൃപ ഒഴുകി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയിൽ ജീവനായി വാഴേണ്ടതിന് തന്നെ. പ്രിയമുള്ളവരെ, പാപം കറക്റ്റ്, പാപത്തിന്റെ മേലല്ല കൃപ വർദ്ധിക്കുന്നത്. പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി ദൈവകൃപ അവിടെ എന്ത് ചെയ്തു, പെരുകി എന്നുള്ള അർത്ഥമാണ്. കാരണം പാപം ചെയ്യുമ്പോൾ പാപം പെരുക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്നുള്ളതിന്റെ അർത്ഥം വരുന്നത്, പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഒരു ദൈവകൃപ അവിടെ ഉണ്ടായി എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാണ്ട് പാപം ചെയ്യാൻ വേണ്ടി കൃപ വർദ്ധിച്ചു എന്നുള്ളത് ടോട്ടൽ അത് ഒരു ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ തിയോളജിയുമായിട്ട് അത് യോജിച്ചു പോവുകയില്ല. പറഞ്ഞാട്ടെ. ഓക്കെ. ഉണ്ടായിരുന്നു. അതായത് മോശ വരെ, ആദാം മുതൽ മോശ വരെ, ഇതിൽ നമ്മൾ പഠിച്ചു വന്നപ്പോൾ മനസ്സിലാക്കുന്നത് ആദാമിന്റെ പാപമാണ് മനുഷ്യൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പാപമുണ്ട്, പാപം ഇല്ലെന്നല്ല പറയുന്നത്, പാപം ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ മോശ വരെ എന്നുള്ളതാണ് പറഞ്ഞു വന്നിരിക്കുന്ന, ലംഘനക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇല്ല, എങ്ങനെ വർദ്ധിക്കുന്നത്? നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരുവനായാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ ആയാൽ പിന്നെ അവന് ആദാമി പാപം ഇല്ലല്ലോ. നാം എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി
മനസ്സിലായി? ചോദ്യം മനസ്സിലായില്ല. അതെ, അതെ. മോശയ്ക്ക് ശേഷം ആദാമിക പാപം വാണിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അങ്ങനെയല്ലേ ചോദിച്ചത് അല്ലേ? ആ, ഇവിടെ ഇപ്പോൾ നാം പഠിച്ചു വന്ന സംഭവം ആദാം മുതൽ മോശ വരെയുള്ള പാപങ്ങളിൽ പ്രധാനമായിട്ടും ആദാമിന്റെ പാപത്തെയാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. കാരണം ബൈബിൾ നമ്മൾ മൊത്തം പഠിക്കുകയാണെങ്കിൽ, പുതിയ നിയമത്തിൽ പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പഠിച്ചു വന്നതും ഏകൻ, ഇപ്പൊ യേശു ക്രിസ്തുവിനെയും ആദാമിനെയും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് പോകുന്നത്. ഏകൻ, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് മോശയ്ക്ക് ശേഷമുള്ള പാപങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നില്ല. അതിനെപ്പറ്റി ഞാൻ ഒരു ദിവസം ബ്രീഫായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ക്ലാസ്സിൽ അതിനെ എടുക്കുന്നുണ്ട്. ആ ഭാഗം ഞാൻ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ദൈവം അവിടെ എങ്ങനെയാണ് അത് ഇടപെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ബ്രീഫായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ സംസാരിച്ചു വന്നിട്ടുള്ളത്, നമ്മൾ പഠിച്ച സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടങ്ങളിൽ ആദാമിന്റെ ലംഘനത്തെ പറ്റിയാണ് പ്രധാനമായിട്ടും പറഞ്ഞു വന്നിരിക്കുന്നത്. പുതിയ നിയമത്തിലും പ്രധാനമായിട്ടും അത് തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും ഈ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആദാമിന്റെ അതിനെപ്പറ്റിയാണ് നമുക്ക് പ്രധാനമായിട്ടും അവിടെ എന്തിരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരികയും യേശു ക്രിസ്തുവിന്റെ ആ നീതീകരണത്തോടുള്ള ബന്ധത്തിൽ അവിടെ എന്തുണ്ടായി? നീതി ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഇതിന്റെ സാരം പാപം ചെയ്യുവാൻ കൃപ വർദ്ധിച്ചു എന്നുള്ളതല്ല. അപ്പൊ നമ്മളൊരു പാപം ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ ദൈവം നമുക്ക് കൃപ തരികയല്ല പാപം ചെയ്യാനായിട്ട്. നെവർ, ഒരിക്കലുമില്ല. അവിടെ പാപത്തെ നിർത്തുവാനായിട്ട്, അല്ലെങ്കിൽ പാപത്തെ ഇല്ലാതാക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപ അവിടെ പെരുകി എന്നുള്ളതാണ്. അതിന്റെ മീതെ ദൈവകൃപ വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എന്റെ ബലഹീനതയിൽ എന്താണ് ദൈവത്തിന്റെ കൃപ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു എന്റെ ബലഹീനത എന്തുണ്ട്? അവ അപ്പോസ്തലനായ പൗലോസിന്റെ ബലഹീനതയുണ്ട്. ആ ബലഹീനതയിൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ കൃപ അവിടെ എന്ത് ചെയ്തു? വർദ്ധിച്ചു എന്ന്. അവിടെ അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇപ്പൊ നമ്മൾ നോട്ടത്തില്, ഭാവത്തില്, പ്രവൃത്തിയില്, ചിന്തയില് ഒക്കെ നമ്മൾ പാപം ചെയ്തിരിക്കാം. സാന്റിഫിക്കേഷൻ എന്നുള്ളത്, ഞാൻ ലെറ്ററടിച്ച് ചിലപ്പോൾ കൂടി പോവും, നിങ്ങൾ ഇരിക്കുമല്ലോ അല്ലെ. ഈ ദ പ്രോസസ് ഓഫ് സാന്റിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്നുള്ളത് 3 അർത്ഥത്തിലാണുള്ളത്. സാന്റിഫിക്കേഷൻ, ദ പ്രോസസ് ഓഫ് സാന്റിഫിക്കേഷൻ. 1, രക്ഷിക്കപ്പെട്ടു. 2, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 3, രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്തപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ രക്ഷിക്കപ്പെട്ട വ്യക്തി വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന വ്യക്തി അവന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങൾ, അതൊക്കെ മുന്നോട്ടുള്ള അദ്ദേഹത്തിൽ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്. ആ ഭാഗങ്ങൾ അവൻ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു, അറിഞ്ഞും അറിയാതെ. പക്ഷെ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യാനില്ല. കൃപയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യാനൊന്നും വ്യവസ്ഥയില്ല. അത് അടുത്ത അധ്യായം ഈ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ ഇത് പ്രോസസ് ഓഫ് സാന്റിഫിക്കേഷൻ. ഈച്ച് ആൻഡ് എവറി ഡേ ഒരു ബിലീവറിനെ സംബന്ധിച്ചിടത്തോളം ഹി മസ്റ്റ് ഗോ ത്രൂ ദ പ്രോസസ് ഓഫ് സാന്റിഫിക്കേഷൻ. അവൻ അല്ലെങ്കിൽ അവൾ, ആ വ്യക്തി, ദൈവ പൈതൽ ഈ സാന്റിഫിക്കേഷൻ എന്ന പ്രോസസ്സിലൂടെ കടന്നു പോകണം. കർത്താവെ, കിടക്കുന്നതിന് മുമ്പേ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ കുറവുകൾ എന്നോട് എന്ത് ചെയ്യണമേ? ക്ഷമിക്കണമേ എന്നൊരു വാക്ക് ഉച്ചരിക്കണം. നമ്മുടെ നോട്ടത്തില്, ഭാവത്തില്, പ്രവൃത്തിയിൽ എവിടെയാണ് കുശുമ്പ്, എവിടെയാണ് കുന്നായ്മ, എവിടെയാണ് ഇത് കടന്നു വന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നമ്മള്
വി മസ്റ്റ് ഗോ ത്രൂ ദ പ്രോസസ് ഓഫ് സാന്റിഫിക്കേഷൻ. അതിൽ കൂടെ കടന്നു പോയിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഒരു വ്യക്തി. അങ്ങനെയുള്ള വ്യക്തിയാണ് രക്ഷിക്കപ്പെടുമെന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുന്നത്. ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്നെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചതിന് മുമ്പ് എഴുതി പിന്നെ ജീവനോട് ശേഷിച്ചവരായി നാം രൂപാന്തരം പ്രാപിക്കും. നാം എന്ന് ഉദ്ദേശിച്ചത് കോൺഗ്രിഗേഷൻ, ദി എക്ലീഷ്യ. മനസ്സിലായില്ലേ? അപ്പോൾ അവർ രൂപാന്തരപ്പെടണമെങ്കിൽ വി മസ്റ്റ് ഗോ ത്രൂ ദ പ്രോസസ് ഓഫ് സാന്റിഫിക്കേഷൻ. അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ ഇവിടുന്ന് ക്ലാസ് എടുക്കുകയുള്ളൂ. ആരൊക്കെ എടുക്കപ്പെടും ദൈവത്തിന് മാത്രമേ അറിയൂ. എനിക്ക് ബോധ്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, നമ്മൾ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും. ഇല്ലേ? ആ ബോധ്യമുള്ള കർത്താവിന്റെ കരങ്ങൾ ഒരു സ്തുതിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. 55 ആയതുകൊണ്ട് ഞാൻ 21-ാമത്തെ വാക്യോടെ വായിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അപ്പോൾ പാപത്തിന്റെ പരിണിത ഫലം മരണമാണ്. ആ മരണം ഇപ്പോഴും വാഴുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ മരണമുണ്ട്, ജഡീയ മരണമുണ്ട്. അതുപോലെ തന്നെ നിത്യജീവനായി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി എന്ത് ചെയ്തു? അത് വാഴേണ്ടതിന് തന്നെ കൃപ എന്ത് ചെയ്തു? നിത്യജീവന് വേണ്ടി വാഴൂ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യജീവനായി വാഴുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം. അപ്പോൾ നമുക്കുള്ള പ്രത്യാശ ഒരു എറ്റേണൽ ലൈഫാണ്, ഒരു എറ്റേണൽ ഗ്ലോറിയാണ്. സോ ഈച്ച് ആൻഡ് എവറി ഡേ, ഈച്ച് ആൻഡ് എവറി മിനിറ്റ്, ബീയിങ് എ ബിലീവർ, ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ, ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ, അവന്റെ ജീവിതത്തിൽ നിത്യജീവനായിട്ട് അവൻ എന്നേക്കും അവനൊരു വാഴ്ചയുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സംവത്സരങ്ങൾ 70 ഏറെയായാൽ 80 മാത്രമെന്നുള്ളതാണ്. അതിനുശേഷം ഉണ്ടാകുന്നത് കഷ്ടവും പ്രയാസവും പ്രതിഫലം ദുഃഖം എന്നത്ര വചനം പറയുന്നു. നമ്മൾ ഈ മൺകൂടാരം ഉപേക്ഷിച്ചിട്ട് ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ള ആ നിത്യഭവനത്തിലേക്ക്, യോഹന്നാൻ സുവിശേഷം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ വന്ന് ചേർക്കേണ്ടതിന് കർത്താവ് നമുക്ക് സ്ഥലം ഒരുക്കാൻ പോകിയിരിക്കുകയാണ്. ആ നിത്യതയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ, ആ നിത്യതയിലേക്കുള്ള നിത്യജീവനിലേക്കുള്ള വാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ പെരുകുവാനായിട്ട് ഇടയായിത്തീരണം. പാപമില്ലാത്ത ജീവിതം നമ്മുടെ ജീവിതത്തിൽ വളരുവാനായിട്ട് ഇടയായിത്തീരണം. പാപമില്ലാത്ത ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനോടുകൂടെ നിത്യതയിൽ വാഴുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.